അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, സ്വാദ് മീഡിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാമത്തെ പാഠമാണ് തജ്വീദിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അല്ലേ. അൽ മദ്ദുൽ ആരിദു വല്ലീൻ. നമ്മൾ ഫറഇയായ മദ് എന്താണ് എന്ന് 6ാമത്തെ പാഠത്തിൽ പഠിച്ചു. ഫറഇയായ മദ് 5 ഇനമുണ്ട് എന്ന് പഠിച്ചു. അതിൽ മുത്തസിൽ, മുൻഫസിൽ, ലാസിം എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ലാസിമായ മദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ വരുന്ന സ്ഥലങ്ങളിലാണ് ലാസിമായ മദ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഈ സ്ഥിരമായ സുക്കൂൻ വന്നാൽ ലാസിമായ മദ്ദാണെന്നും അത് 4 തരത്തിലുണ്ടെന്നും അത് കലിമത്തിൽ വന്നാൽ കലിമീ എന്ന് പറയുമെന്നും കലിമത്തിൽ വന്നത് സുക്കൂൻ മാത്രമാണെങ്കിൽ മുഖഫഫ് എന്നും ശബ്ദോടു കൂടിയാണെങ്കിൽ മുസക്കൽ എന്നും പറയും അല്ലേ. ഇനി ഹർഫിലാണ് വന്നതെങ്കിൽ ഹർഫി എന്ന് പറയും. അത് തന്നെ സുക്കൂൻ മാത്രമാണെങ്കിൽ മുഖഫഫ് എന്ന് പറയും, ശബ്ദോടു കൂടിയാണെങ്കിൽ മുസക്കൽ എന്ന് പറയും. അങ്ങനെ ലാസിം കലിമീ മുസക്കൽ, ലാസിം കലിമീ മുഖഫഫ്, ലാസിം ഹർഫി മുസക്കൽ, ലാസിം ഹർഫി മുഖഫഫ്, ഈ 4 തരം ലാസിമായ മദ്ദിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. ഇനി നമുക്ക് സ്ഥിരമായ സുക്കൂൻ അല്ലാതെ വേറെന്ത് സുക്കൂനാണ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വഖഫ് ചെയ്യുമ്പോൾ വരുന്ന സുക്കൂൻ അല്ലേ. ഖുർആൻ ഓതുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ തൻവീൻ ഫത്ഹൊന്നും അല്ലാത്ത ബാക്കി ഏത് ഹർക്കത്തുകളാണെങ്കിലും നമ്മളവിടെ എന്ത് ചെയ്യും? വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ ചെയ്യും. നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ അർ-റഹ്മാനിർ റഹീമി, അർ-റഹ്മാനിർ റഹീമി എന്നാണ് ഖുർആനിൽ ഉണ്ടാവുക. കണ്ടിട്ടുണ്ടോ? എല്ലാവരും ബിസ്മി എന്ന് തുറന്നു നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി എന്നാണ് ഉണ്ടാവുക. അപ്പോൾ അവസാനത്തെ അക്ഷരമായ മീമിന് കസർ ഉണ്ടാവും. പക്ഷേ നമ്മളവിടെ ഓതുമ്പോൾ എങ്ങനെയാണ് ഓതുക? അവിടെ നിർത്തുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹീം സുക്കൂൻ ചെയ്ത് നിർത്തണം. ഇങ്ങനെയാണ് നമ്മൾ 2ാം ക്ലാസ് മുതലേ ഓതി പഠിച്ചത്, അങ്ങനെ തന്നെയാണ് ഓതേണ്ടതും. അപ്പോൾ ഈ സുക്കൂൻ ചെയ്ത് നിർത്തുന്നതിന് തൊട്ട് മുമ്പ് വരുന്നത് മദ്ദക്ഷരമാണെങ്കിൽ അവിടെ ഒരു കുറച്ച് കൂടുതൽ നീട്ടൽ നല്ലതാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ അർ-റഹ്മാനിർ റഹീം എന്ന് മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. അർ-റഹ്മാനിർ റഹീം നമ്മളെങ്ങനെ നിർത്തുക? റഹീം. അവസാനത്തെ അക്ഷരം മീമാണ് അല്ലേ. മീമിൻ്റെ ഹർക്കത്ത് എന്താണ്? കെസറാണ് ഹർക്കത്ത്. നമ്മൾ നിർത്തുമ്പോൾ കെസർ ചെയ്തിട്ടാണോ നിർത്തുക? സുക്കൂൻ ചെയ്ത് നിർത്തും. അർ-റഹ്മാനിർ റഹീം റഹീം സുക്കൂൻ ചെയ്ത് നിർത്തുന്നു. സുക്കൂൻ ചെയ്ത് നിർത്തുന്നു. തൊട്ട് മുമ്പ് വന്നത് എന്താണ്? നീട്ടാനുള്ള അക്ഷരമായ യാ ആണ്. തൊട്ട് മുമ്പ് വന്നത് നീട്ടാനുള്ള അക്ഷരമായ യാ ആണ്. അപ്പം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ അവിടെ കുറച്ച് കൂടുതൽ നീട്ടണം. എത്രയാണ് നീട്ടേണ്ടത്? 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നല്ലതാണ്, നിർബന്ധമില്ല, പക്ഷേ നീട്ടൽ നല്ലതാണ്. ഈ മദ്ദിന് പറയുന്ന പേരാണ് മദ് ആരിദ്. എപ്പോഴാണ് മദ് ആരിദ് ഉണ്ടാകുന്നത്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ. എപ്പോഴാണ് മദ് ആരിദ് ഉണ്ടാകുന്നത്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ. എപ്പോഴും സുക്കൂൻ ഉണ്ടാവില്ല, വഖഫിന് വേണ്ടി പ്രത്യേകം സുക്കൂൻ വന്നതാണ്. വഖഫ് ചെയ്യുന്നില്ലേ സുക്കൂൻ ഉണ്ടാവില്ല, അപ്പോൾ മദ്ദും ഉണ്ടാവില്ല. സാധാരണ പോലെ കുറച്ച് നീട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ അർ-റഹ്മാനിർ റഹീമി മാലിക്കി റഹീമി മാലിക്കി റഹീമി മാലിക്കി കണ്ടോ? മി മാ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ചേർത്ത് ഓതും. പക്ഷേ റഹീമി മാലിക്കി റഹീമി മാലിക്കി എന്ന് ഓതേണ്ട ആവശ്യമില്ല. അവിടെ നിർത്തുമ്പോൾ മാത്രം എന്ത് ചെയ്യുള്ളൂ? റഹീം അർ-റഹീം അർ-റഹീമി മാലിക്കി. നിർത്താതെ ഓതുമ്പോൾ മദ് ഉണ്ടാവില്ല, കൂടുതൽ മദ് ഉണ്ടാവില്ല, ഫറഇയായ മദ് ഉണ്ടാവില്ല. ഏത് മദ് ഉണ്ടാവുള്ളൂ? അസ്ലിയായ മദ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആരിദ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് സുക്കൂൻ ഉണ്ടാകുന്നതിനാണ് ആരിദ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുതിയതായിട്ട് സുക്കൂൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? വഖഫ് ചെയ്യുമ്പോൾ മാത്രം സുക്കൂൻ വരും. അപ്പോൾ ഇവിടെ എന്തല്ല? സ്ഥിരമായ മദ്ദല്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മദ്ദിൻ്റെ അടയാളം കൊടുക്കാറുമില്ല. നമ്മൾ മദ്ദിൻ്റെ അടയാളം കണ്ടിട്ടില്ലേ? ആ അടയാളം എന്ത് ചെയ്യാറില്ല? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കില്ല. അപ്പോൾ മദ് ആരിദിലും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മദ് ലീനിലും മദ്ദിൻ്റെ അടയാളമില്ല. എന്തുകൊണ്ട്? ഇവിടെ സ്ഥിരമായ മദ്ദല്ല. മദ് ആരിദിൽ മദ്ദിൻ്റെ അടയാളം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ സ്ഥിരമായ മദ്ദല്ല. അപ്പോൾ ആരിദ് എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. ആരിദ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ എന്താ എഴുതേണ്ടത്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നല്ലതാണ്, നിർബന്ധമില്ല. ഈ മദ്ദിനെ മദ് ആരിദ് എന്ന് പറയുന്നു. മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നല്ലതാണ്, നിർബന്ധമില്ല. ഈ മദ്ദിനെ മദ് ആരിദ് എന്ന് പറയുന്നു. അത് പഠിച്ചു കഴിഞ്ഞില്ലേ? ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എവിടെയാണ് മദ് ആരിദ് വരിക? നിർത്തുന്നിടത്താണ് വരിക.
ഇനി നമ്മൾ ഏതായത്തും ഇങ്ങനെ നീട്ടിയിട്ട് നിർത്തുന്ന ഏതായത്ത് കണ്ടാലും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മദ് ആരുന്നുണ്ട് എന്ന് പറയാം. ഫാത്തിഹ ഒന്ന് ഓതി നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീം മദ് ആരുതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീൻ മീൻ. ആലമീന എന്ന് നൂനിന് ഫത്തഹ കൊടുത്തിട്ട് ഖുർആനിൽ ഉണ്ടാവുക. പക്ഷെ നമ്മളവിടെ നിർത്തുന്നത് കൊണ്ട് സുക്കൂൻ ചെയ്യുന്നു. അപ്പോൾ വഖഫിന് വേണ്ടി സുക്കൂൻ വന്നു. എവിടെ? നീട്ടാൻ വേണ്ടി വന്ന അക്ഷരത്തിന് ശേഷം. അപ്പം അത് ആരിദാണ്. അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എല്ലാ ആയത്തിൻ്റെ അവസാനം കണ്ടോ ഏത് മദ്ദാണ് വരുന്നത്? ആരിദായ മദ്ദാണ് വരുന്നത്. ആരിദായ മദ്ദാണ് വരുന്നത് അല്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പിന്നെ വലദ്ദാല്ലീൻ. ലീൻ എന്ന് പറയുന്നിടത്ത് വലദ്ദാല്ലി എന്നിടത്തൊരു മദ്ദുണ്ട്, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിരുന്നു. അതവിടെ നിൽക്കട്ടെ. ലീൻ ലീൻ എന്ന് പറയുമ്പോൾ എന്താണ്? നൂനിന് സുക്കൂന് നമ്മൾ വഖഫിന് വേണ്ടി കൊടുത്ത സുക്കൂനാണ്, സ്ഥിരമായ സുക്കൂനല്ല. അപ്പോൾ അത് മദ് ആരിദാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു സൂറത്ത് എടുത്ത് നോക്കിയിട്ട് അതിലിങ്ങനെ വേണമെങ്കിൽ അവസാനത്തെ നീട്ടിയിട്ട് വഖഫ് ചെയ്ത് ഓതുന്ന സ്ഥലങ്ങളുണ്ടാവും. നീട്ടിയിട്ട് അടുത്ത അക്ഷരത്തിന് സുക്കൂൻ ചെയ്ത് വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മദ്ദിൻ്റെ പേരെന്താണ്? ഒറ്റ പേര് മദ് ആരിദ്. മദ് ആരിദ്. എത്ര വരെ നീട്ടാം? 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നല്ലതാണ്, നിർബന്ധമൊന്നുമില്ല, നല്ലതാണ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം പഠിക്കാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാക്ക് ഇവിടെ 1-2 വാക്കുകൾ ഇവിടെ എഴുതിയത് കാണാം. എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? ഹാദൽ ബൈത്ത് എന്ന് എഴുതിയിട്ടുണ്ട്, മിൻ ഖൗഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹാദൽ ബൈത്ത് മിൻ ഖൗഫ് അല്ലേ? ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ബൈത്ത് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് മിൻ ഖൗഫ് അല്ലേ? വആമനഹും മിൻ ഖൗഫ്. ഖൗഫ് ഖൗഫ് വആമനഹും മിൻ ഖൗഫ്. ഖൗഫ് എന്ന് പറഞ്ഞ് നിർത്താണോ? ഖൗഫ്. ബൈത്ത് എന്ന് പറഞ്ഞ് നിർത്താണോ? ബൈത്ത്. കുറച്ച് നീട്ടുന്നില്ലേ? പക്ഷേ സാധാരണ മദ് നീട്ടുന്നത് പോലെ അല്ല അല്ലേ? എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ യാഇനെയും വാവിനെയും ഒക്കെ നമ്മൾ ലീനക്ഷരം എന്നാണ് പറയുക, മദ്ദക്ഷരം എന്നല്ല. കാരണം എന്താണ്? ഇവിടെ മദ്ദക്ഷരമായിട്ടാണോ യാവ് വന്നത്? നീട്ടാനാണോ യാവ് വന്നത്? ബൈത്ത് എന്നെഴുതുമ്പോൾ നീട്ടാനാണോ? അല്ല, അല്ലല്ലോ. കാരണം എന്താണ്? കെസറിനെയാണ് നമ്മൾ യാവ് കൊണ്ട് നീട്ടുന്നത്. വാവ് വന്നിരിക്കുന്നത് നീട്ടാനാണോ? ഖൗഫ് എന്നിടത്ത് ഖൂഫ് എന്നാണെങ്കിൽ നീട്ടാനാന്ന് പറയായിരുന്നു. ഖൗഫ് എന്ന് പറയുമ്പോൾ നീട്ടാനല്ല. കാരണം ലമ്മിന് ശേഷം വാവ് വരുമ്പോഴേ നീട്ടാനാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 2 വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഈ യാഇനും വാവിനും ഒക്കെ സുക്കൂനുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് എന്താ ഹർക്കത്ത്? ഫത്ഹാണ്. ഇങ്ങനെ യാഇനും വാവിനും സുക്കൂനും തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ഹർക്കത്ത് ഫത്ഹത്തുമാണെങ്കിൽ ആ വാവിനും യാഇനും ലീനക്ഷരം എന്നാണ് പറയുക. ലീനക്ഷരം എന്നോ ലീനിൻ്റെ അക്ഷരം എന്നോ പറയാം. നമ്മൾ മദ്ദക്ഷരം എന്നും മദ്ദിൻ്റെ അക്ഷരം എന്നൊക്കെ പറയുന്നത് പോലെ ലീനക്ഷരം എന്നോ ലീനിൻ്റെ അക്ഷരം എന്നൊക്കെ പറയാം. അപ്പോൾ വാവും യാവും ഒക്കെ മദ്ദിൻ്റെ ഹർഫുകളാണ്. അത് ലീനിൻ്റെ ഹർഫാകുന്നത് എപ്പോഴാണ്? വാവിനും യായിനും സുക്കൂനും തൊട്ട് മുമ്പ് വന്ന അക്ഷരത്തിന് ഫത്ഹുമാണെങ്കിൽ അവിടെ വാവിനും യായിനും എന്ത് പറയും? ലീനിൻ്റെ ഹർഫുകൾ എന്ന് പറയും. ലീൻ അക്ഷരം. ഈ വാക്ക് മറന്നുപോലെ ലീൻ അക്ഷരം. എന്താണ് ലീൻ അക്ഷരം എന്ന് പറഞ്ഞാൽ? വാവിനും യായിനും സുക്കൂനും തൊട്ട് മുമ്പ് വന്ന അക്ഷരത്തിന് ഫത്ഹുമാണെങ്കിൽ വാവിനും യായിനും ലീൻ അക്ഷരം എന്ന് പറയുന്നു. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ എങ്ങനെയാണ് നിർത്തുക? ഹാദൽ ബൈത്തി ത ഇന് കെസറാണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ കെസർ കൊടുത്താണോ നിർത്തുക? ഹാദൽ ബൈത്ത് ത ഇന് സുക്കൂൻ ചെയ്താണ് നമ്മൾ നിർത്തുക അല്ലേ? അപ്പോൾ ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നില്ലേ? സ്ഥിരമായ സുക്കൂനല്ല, ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നു. ഇവിടെ എന്ത് പറയും? മദ്ദിന് മദ് ലീൻ എന്ന് പറയും. അപ്പോൾ കുറച്ച് നീട്ടിയിട്ട് ബൈത്ത്, കുറച്ച് നീട്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ നീട്ടിയിട്ട് നിർത്താം. ഒരു അലിഫിൻ്റെ ഖദർ നീട്ടലാണ് നല്ലത്. 3 ഹർക്കത്ത് വരെ 3 അലിഫിൻ്റെ ഖദർ വരെ നീട്ടാവുന്നതാണ്. ഒരു അലിഫിൻ്റെ ഖദർ നീട്ടലാണ് നല്ലത്. 3 അലിഫ് വരെ നീട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബൈത്ത് ബൈത്ത്. ഇനി എന്താണ്? മിൻ ഖൗഫ് ഖൗഫിൻ എന്നാണ് ഉണ്ടാവുക.
അപ്പോൾ നമ്മൾ നിർത്തുമ്പോൾ എന്ത് ചെയ്യും? ഫായിനെ സുക്കൂൻ ചെയ്ത് നിർത്തും. മിൻ ഖൗഫ്. അപ്പോൾ നമുക്ക് ഒരു അലിഫിൻ്റെ ഖദർ നീട്ടലാണ് നല്ലത്. 3 അലിഫ് വരെ നീട്ടാവുന്നതാണ്. നീട്ടൽ ജായിസാണ്. എന്താ പറഞ്ഞാൽ എന്താണ് മദ് ലീൻ എന്ന് പറഞ്ഞാൽ? ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ മദ് ലീൻ എന്ന് പറയുന്നു. ഇത്രേ ഉള്ളൂ. എന്താണ്? ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ മദ് ലീൻ എന്ന് പറയുന്നു. അത്ര എഴുതിയാൽ മതി. ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ മദ് ലീൻ എന്ന് പറയുന്നു. ആരിദോ? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ മദ് ആരിദ് എന്ന് പറയുന്നു. മദ് ആരിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ മദ് ആരിദ് എന്ന് പറയുന്നു. മദ് ലീനോ? ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ മദ് ലീൻ എന്ന് പറയുന്നു. ഇത്രേ ഉള്ളൂ. ലീനക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? യാഇനും വാവിനും സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹുമാണെങ്കിൽ, യാഇനും വാവിനും സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹുമാണെങ്കിൽ അതിന് ലീനക്ഷരം എന്ന് പറയുന്നു. ആ യാഇനും വാവിനും ലീനക്ഷരം എന്ന് പറയുന്നു. ഇങ്ങനെ ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാലുള്ള മദ്ദിൻ്റെ പേരാണ് മദ് ലീൻ. മദ് ലീനിനെ എത്ര വരെ നീട്ടാം? 3 അലിഫിൻ്റെ ഖദർ വരെ നീട്ടാം. പക്ഷെ എത്രയാണ് നല്ലത്? 1 അലിഫിൻ്റെ ഖദർ നീട്ടലാണ് നല്ലത്. മദ് ആരിദ് എന്ന് പറഞ്ഞാലോ? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വരിക. അതിന് മദ് ആരിദ് എന്ന് പറയാം. അവിടെ 3 അലിഫ് നീട്ടലാണ് നല്ലത്. അവിടെ 3 അലിഫ് നീട്ടലാണ് നല്ലത്, അല്ലേ? നിർബന്ധമില്ല, പക്ഷേ 3 അലിഫ് നീട്ടലാണ് നല്ലത്. ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ മദ്ദുകളും ഒന്നുകൂടി നമുക്ക് ഓർത്ത് നോക്കാം, അല്ലേ? ഒന്നുകൂടി ഓർത്ത് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് മദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീട്ടൽ എന്നാണ് അർത്ഥം. മദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ മദ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതുക? മദ്ദിൻ്റെ അർത്ഥം ചോദിച്ചാലേ നീട്ടലിന് എഴുതാൻ പറ്റുള്ളൂ. മദ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ഫതഹിനെ അലിഫ് കൊണ്ടും കസറിനെ സാക്കിനായ കൊണ്ടും ലമ്മിനെ സാക്കിനായ വാവ് കൊണ്ടും നീട്ടലാണ് മദ് എന്ന് പറയുന്നത്. മദ് അസ്ലിയും ഉണ്ട്, മദ് ഫറഇയും ഉണ്ട്, അല്ലേ? മദ് അസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ദിയായ അക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ നീട്ടലിനെ മദ് അസ്ലി എന്ന് പറയുന്നു. വേറൊരു പേര് മദ് തബഈ. മദ് അസ്ലീനെ എത്രയാണ് നീട്ടേണ്ടത്? 1 അലിഫിൻ്റെ ഖദറാണ് നീട്ടേണ്ടത്. 1 അലിഫിൻ്റെ ഖദർ എത്രയാണ് നമ്മൾ പണ്ടൊരു പാഠത്തിൽ പഠിച്ച ഓർമ്മ ഉണ്ടോ? 1 വിരൽ മടക്കി നിവർത്തുന്ന സമയം, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. 1 അലിഫിൻ്റെ ഖദർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 വിരൽ മടക്കി നിവർത്തുന്ന സമയം, അല്ലേ? മുമ്പൊരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ഓർത്ത് നോക്ക്. ഓക്കെ. അപ്പോൾ പിന്നെ അസ്ലിയായ മദ്ദിനെ 1 അലിഫിനേക്കാൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. അസ്ലിയായ മദ്ദിന് മറ്റൊരു പേര് പറഞ്ഞല്ലോ, തബഈ. ഇനി ഫറഇയായ മദ്. എന്താ ഫറഇയായ മദ് എന്ന് പറയുന്നത്? ഫറഇയായ മദ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ മദ് ഫറഇയാകും. കൂടുതൽ നീട്ടണം, അല്ലേ? അപ്പോഴാണ് മദ് ഫറഇ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ കൂടുതൽ നീട്ടണം. ഇതിന് മദ് ഫറഇ എന്ന് പറയും. മദ് ഫറഇ എത്ര വിധം? 5 വിധം. ഏതൊക്കെ? മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിദ്, ലീൻ. എന്താ മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ? മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ വരിക. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ വരിക. എന്താ മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ? ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദക്ഷരവും തൊട്ട് വന്ന കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നാൽ മദ് മുൻഫസിൽ എന്ന് പറയും. ലാസിം എന്ന് പറഞ്ഞാലോ? മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ വന്നാൽ ലാസിം ആകും, മദ് ലാസിമാകും. മദ് ലാസിം 4 തരത്തിലുണ്ട്, അല്ലേ? ഓർമ്മ ഉണ്ടല്ലോ ഏതൊക്കെയാണ്? ലാസിം കലിമി മുസഖൽ, ലാസിം കലിമി മുഖഫഫ്, ലാസിം ഹർഫി മുസഖൽ, ലാസിം ഹർഫി മുഖഫഫ്. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ വന്നാൽ ലാസിം കലിമി മുഖഫഫ്. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഷദ്ദോടുകൂടിയ സുക്കൂൻ വന്നാൽ ലാസിം കലിമി മുസഖൽ. ഇങ്ങനെയും പറയാം, അല്ലേ? ഒരു കലിമത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദോടുകൂടിയ സുക്കൂൻ വന്നാൽ അങ്ങനെയും പറയാം. ഒരു കലിമത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദോടുകൂടിയ സുക്കൂൻ വന്നാൽ ലാസിം കലിമി മുസഖൽ. ഒരു ഹിജായിയായ ഹർഫിൽ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ വന്നാൽ ലാസിം ഹർഫി മുഖഫഫ്. ഒരു ഹിജായിയായ ഹർഫിൽ മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദോടുകൂടിയ സുക്കൂൻ വന്നാൽ ലാസിം ഹർഫി മുസഖൽ. ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ പഠിച്ചു നോക്കണേ. ഉദാഹരണങ്ങൾ എഴുതാൻ എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഉദാഹരണങ്ങൾ ഓർമ്മിക്കണം. പിന്നെ നമ്മൾ പഠിച്ചത് മദ് ആരിദ്. ആരിദ് എന്ന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ മദ് ആരിദ് എന്ന് പറയും. എത്രയാണ് നീട്ടേണ്ടത്? 3 അലിഫ് നീട്ടൽ നല്ലതാണ്, നിർബന്ധമില്ല. അവിടെ നമ്മളൊരു കാര്യം കൂടെ പഠിച്ചു. എവിടെ നിർത്തുകയാണെങ്കിലും ഡാഷ് ചെയ്യണം. എന്ത് ചെയ്യണം? സുക്കൂൻ ചെയ്യണം. എവിടെ നിർത്തുകയാണെങ്കിലും സുക്കൂൻ ചെയ്യണം. ഇനി വേറൊന്ന് മദ് ലീനാണ്, അല്ലേ? മദ് ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ മദ് ലീൻ എന്ന് പറയുന്നു.
ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ മദ് ലീൻ എന്ന് പറയുന്നു. എന്ത് ഈ ലീനക്ഷരം എന്ന് പറഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. വാവു യാവും മദ്ദിൻ്റെ ഹർഫുകളാണ്, അത് ലീനിൻ്റെ ഹർഫുകളാകുന്നത് എപ്പോഴാണ്? വാവിനും യായിനും സുക്കൂനും തൊട്ട് മുമ്പ് ഫത്ഹും വന്നാൽ, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ഫത്ഹും വന്നാൽ എന്ത് പറയും? ലീനക്ഷരം എന്ന് പറയുന്നു അല്ലേ? ഖൗഫ്, ബൈറ്റ്, വൈൽ, ലൈൽ, നൗം, സൗം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളിലാണ് എന്ത് വരിക അല്ലേ? ഒരു ഫത്ഹും ശേഷം വാവ് സുക്കൂനുള്ള വാവ്, അല്ലെങ്കിൽ ഒരു ഫത്ഹും ശേഷം സുക്കൂനുള്ള യാ. അപ്പോൾ വാവിനും യായിനും സുക്കൂനും തൊട്ട് മുമ്പ് ഫത്ഹും വന്നാൽ അതിന് ലീനക്ഷരം എന്ന് പറയുന്നു. ഈ ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ എന്ത് ചെയ്യണം? ഒരു അലിഫ് നീട്ടലാണ് നല്ലത്, 3 അലിഫ് വരെ നീട്ടാം. മദ്ദിൻ്റെ പേരെന്താണ്? അങ്ങനെ വരുന്ന സ്ഥലത്ത് മദ്ദിൻ്റെ പേര് മദ് ലീൻ. മദ്ദിൻ്റെ പാഠങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സുക്കൂനോ ഹംസയോ വന്ന എല്ലാ ഫറയായ മദ്ദുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം, തദ്രീബാത്ത് നോക്കാം. ഓക്കെ, പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കാം. പാഠം 9 അൽ മദ്ദുൽ ആരിദു വല്ലീൻ. ആദ്യം ഉദാഹരണങ്ങൾ. അൽ മദ്ദുൽ ആരിദ്, ആരിദായ മദ്ദിൻ്റെ ഉദാഹരണങ്ങളാണ്. അർ റഹ്മാനിർ റഹീം. فبأي آلاء ربكما تكذبان فجعلهم كعصف مأكول. നമുക്ക് ആ ഉദാഹരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം നോക്കാം, അതിന് ശേഷം അടുത്ത ഭാഗം വായിക്കാം. മുകളിൽ കാണിച്ച ഒന്നാമത്തെ കള്ളിയിലെ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഇതുവരെ നാം പഠിച്ച മദ്ദുകളെ പോലെയല്ല. ഇവിടെ മദ്ദിൻ്റെ അടയാളം ഇല്ല. കാരണം ഇവിടങ്ങളിൽ സ്ഥിരമായ മദ്ദല്ല. ഓതിക്കൊണ്ടിരിക്കെ വഖഫിന് വേണ്ടി സുക്കൂൻ ചെയ്യും. എവിടെ നിർത്തുകയാണെങ്കിലും അവസാന അക്ഷരത്തിന് സുക്കൂനാവണം. മദ്ദക്ഷരത്തിൻ്റെ ശേഷമാണ് ഈ നിർത്തൽ വന്നതെങ്കിൽ അവിടെ 3 അലിഫ് നീട്ടൽ നല്ലതാണ്, നിർബന്ധമില്ല. ഈ മദ്ദിന് മദ്ദുൽ ആരിദ് എന്ന് പറയും. ഓക്കെ ആണല്ലോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മദ് ആരിദ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഇത്ര വിശദമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വന്നാൽ 3 അലിഫിൻ്റെ ഖദർ നീട്ടൽ നല്ലതാണ്. ഇതിനാണ് മദ് ആരിദ് എന്ന് പറയുന്നത് എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ കള്ളിയിലുള്ള ഉദാഹരണങ്ങൾ വായിക്കാം. അൽ മദ്ദുല്ലീൻ, മദ്ദുല്ലീനിൻ്റെ ഉദാഹരണങ്ങളാണ്. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് വആമനഹും മിൻ ഖൗഫ് ലക്കും ഫീഹാ ഖൈർ. രണ്ടാമത്തെ കള്ളിയിലും, പുസ്തകത്തിലുള്ള പാരഗ്രാഫാണ് വായിക്കുന്നത്, രണ്ടാമത്തെ കള്ളിയിലും മദ്ദ് വരുന്നത് വഖഫ് ചെയ്യുമ്പോഴാണ്. ഇവിടെ മദ്ദിൻ്റെ ഹർഫല്ല, ലീനിൻ്റെ ഹർഫാണ്. അതിനാൽ മദ്ദുല്ലീൻ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ എന്താ മദ്ദുല്ലീന്? ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വരുമ്പോഴാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത് അല്ലേ? നോക്കൂ, ഇവിടെയും 3 അലിഫ് നീട്ടാമെങ്കിലും 1 അലിഫ് നീട്ടലാണ് നല്ലത്. ഇവയെ ശേഷമുള്ളതുമായി ചേർത്തി ഓതുമ്പോൾ സുക്കൂൻ ഇല്ലാതാവും, അന്നേരം മദ്ദും ഇല്ലാതാവും. അപ്പം മദ് ലീനും മദ് ആരിദും ഇല്ലാതാകുന്നത് എപ്പോഴാണ്? ശേഷമുള്ളതുമായിട്ട് ചേർത്തി ഓതുമ്പോഴാണ്. ഇനി എന്താണ് ലീനക്ഷരം എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ, അപ്പോൾ അതാണ് ഇനി പറയുന്നത്. വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹമാണെങ്കിൽ ആ വാവിനും യാഇനും ഹർഫുൽ ലീൻ, ലീനിൻ്റെ അക്ഷരം എന്ന് പറയും. ഇത്രയാണ് പാഠത്തിലുള്ളത്. ഇനി അതിൻ്റെ തദ്രീബാത്തിലുള്ള ചോദ്യങ്ങൾ നോക്കാം. ഉത്തരം പറയാനാണ് ആദ്യം. മദ്ദുൽ ആരിദ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? മദ്ദുൽ ആരിദ് എപ്പോഴാണ് ഉണ്ടാവുന്നത് നമുക്കറിയാലോ അല്ലേ? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ ചെയ്യുമ്പോഴാണ് മദ്ദുൽ ആരിദ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ചോദ്യം, മദ്ദുൽ ലീൻ വരുന്നത് എപ്പോഴാണ്? ലീനക്ഷരത്തിന് ശേഷം വഖഫിന് വേണ്ടി സുക്കൂൻ വരുമ്പോഴാണ്. മൂന്നാമത്തെ ചോദ്യം, വാവും യാവും ലീനിൻ്റെ ഹർഫാകുന്നത് എപ്പോഴാണ്? നാലാമത്തെ ചോദ്യവും അതേപോലെയാണ്. അലിഫ്, വാവ്, യാ മദ്ദിൻ്റെ ഹർഫുകളാണ്. വാവ്, യാ ലീനിൻ്റെ ഹർഫാകുന്നത് എങ്ങനെ? 2 ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹമാണെങ്കിൽ ആ വാവിനും യാഇനും ഹർഫുൽ ലീൻ എന്ന് പറയുന്നു. 2 ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അടുത്തത് വ്യക്തമാക്കാം.
ഒന്നാമത്തെ ചോദ്യം, മദ്ദുല്ലീന് 3 അലിഫ് നീട്ടാം, നല്ലത് എത്ര അലിഫാണ്? മദ്ദുല്ലീന് 3 അലിഫ് നീട്ടാമെങ്കിലും 1 അലിഫ് നീട്ടലാണ് നല്ലത്, അല്ലേ? 1 അലിഫ് നീട്ടലാണ് നല്ലത്. 2, മദ് ആരിലും ലീനിലും മദ്ദിൻ്റെ അടയാളമില്ല, എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അടയാളമില്ലാത്തത്? കാരണം ഇവിടങ്ങളിൽ സ്ഥിരമായ മദ്ദല്ല. പാഠപുസ്തകത്തിലെ ആ പാരഗ്രാഫിൽ 3ാമത്തെ വരിയിൽ കാണാം, ഇവിടങ്ങളിൽ സ്ഥിരമായ മദ്ദല്ല. 3ാമത്തെ ചോദ്യം, മദ്ദുൽ ആരിലിനെ എത്ര അലിഫ് നീട്ടലാണ് നല്ലത്? എത്ര അലിഫ് നീട്ടലാണ് നല്ലത്? ആരിലിനെ എത്ര അലിഫ് നീട്ടലാണ് നല്ലത്? 3 അലിഫിൻ്റെ ഖദർ നീട്ടലാണ് നല്ലത്. ഇനി പൂർത്തിയാക്കാം. ഓതിക്കൊണ്ടിരിക്കെ ഡേഷ് സുക്കൂനാവണം. ഓതിക്കൊണ്ടിരിക്കെ വഖഫിന് വേണ്ടി സുക്കൂൻ ചെയ്യും. എവിടെ നിർത്തുകയാണെങ്കിലും അവസാന അക്ഷരത്തിന് സുക്കൂനാവണം. ഇനി 2, ഇവിടെയും ഡേഷ് നീട്ടലാണ് നല്ലത്. ഇവിടെയും 3 അലിഫ് നീട്ടാമെങ്കിലും 1 അലിഫ് നീട്ടലാണ് നല്ലത്. അതേത് മദ്ദിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? മദ് ലീനിനെ കുറിച്ചാണ്. ഇനി ഇവയെ ശേഷമുള്ളതുമായി ഡാഷ് ഇല്ലാതാകും. ഇവയെ ശേഷമുള്ളതുമായി ചേർത്തി ഓതുമ്പോൾ സുക്കൂൻ ഇല്ലാതാവും, അന്നേരം മദ്ദും ഇല്ലാതാവും. ഇനി നിങ്ങൾ കുറച്ച് ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ആരിലിന് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ആയത്തിൻ്റെ അവസാനങ്ങളിൽ വരുന്ന, അല്ലേ, മദ് വരുന്ന സ്ഥലങ്ങളിൽ മദ് വന്നതിന് ശേഷം നിർത്തുന്ന രീതിയിലുള്ള, നമ്മൾ പാഠത്തിൽ കണ്ടതുപോലെ ഏതെങ്കിലും 1, 2, 3 ആയത്തുകളുടെ അവസാനത്തെ വാക്കുകൾ എടുത്തെഴുതിയാൽ മതി. അതേപോലെ തന്നെ ലീനിനും 3 ഉദാഹരണങ്ങൾ ഈലാഫി ഖുറൈഷ് എന്ന സൂറത്ത് ഓതി നോക്കിയാൽ തന്നെ കിട്ടും. ഈലാഫി ഖുറൈഷ് രഹ്ലത്ത ശിതാഇ വസ്സൈഫ്, അല്ലേ, ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അതേപോലെ ഖൈർ, ബൈത്ത്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വാക്കുകൾ ഖുർആനിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ എഴുതിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഈ പാഠം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ഒന്നുകൂടി വായിച്ച് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.